ഈ പള്ളിയുടെ ചരിത്രത്തിൽ നീ ഇന്നുവരെ കുമ്പസാരിച്ച് കണ്ടിട്ടില്ലല്ലോടാ ജോയി. എന്നിട്ട് ഇപ്പം ഇങ്ങനെ കുമ്പസാരിക്കാൻ മാത്രം അത്രയും വലിയ എന്ത് പാപകർമ്മമാണ് നീ പുതിയതായിട്ട് ചെയ്തത്? മുമ്പ് ചെയ്തിട്ടുള്ളതിനേക്കാൾ ചെറിയ ചെറിയ പാപകർമ്മങ്ങൾ ചെയ്തതിൻ്റെ പേരിലും നമുക്ക് കുമ്പസാരിച്ചുകൂടെ അച്ചോ? തീർച്ചയായും കുഞ്ഞെ, നിനക്ക് മാനസാന്തരം വന്നിരിക്കുന്നു എന്നാണ്, നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നാണ് അത് വെളിപ്പെടുത്തുന്നത്. കുമ്പസാരം മനസ്സ് ശുദ്ധീകരിക്കാനുള്ള ഉപാധിയാണ്. പാപമുക്തിക്ക് ഇതിലും മികച്ചൊരു സിദ്ധൌഷധം വേറെ എന്താണുള്ളത്? അച്ചോ, നമ്മുടെ സണ്ണിയാ. ഓ, ഹലോ, എന്നാണ് സണ്ണി? ഞാൻ ഇവിടെ ഇച്ചിരി കുമ്പസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് കഴിഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇടാ, നീ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞില്ലയോ? നമ്മുടെ ആനഡി അച്ഛൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കുമ്പസാരം കേൾക്കാൻ. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വിളിക്കാം. നേരം കളയാതെ കുമ്പസാരിക്കടാവേ, എനിക്ക് വരെ പണിയുള്ളതാ. ശരി ശരി. അച്ചോ, ഞാൻ എൻ്റെ വീട്ടിൽ 2 പേരെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഞെട്ടണ്ട അച്ചോ, ഇവർ കള്ളന്മാരും കൊലപാതകളൊന്നുമല്ല, ഒരാണും പെണ്ണുമാണ്. വെറും കാമുകന്മാർ. ഇനി നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കൊലച്ചതിയാണല്ലോടാ ജോയി നീ ചെയ്തത്. കടുവാക്കുന്ന കുഞ്ഞൂട്ടി മക്കളിവിടെ വന്നിരുന്നു, ഭ്രാന്ത് പിടിച്ച് നടക്കുക അവര്. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്ക് പേടിയാവുന്നല്ലോ കർത്താവേ. അതിന് അച്ഛനെന്തിനാ പേടിക്കുന്നു? ഇനി എങ്ങനെ അവർ ഈ വഴി വന്നാൽ അറിയാൻ മേലെന്ന് ഞാൻ എങ്ങനെയാടാ പറയുന്നത്? ഒന്നുമില്ല, ഞാനൊരു അച്ഛനല്ലയോ? കുമ്പസാര രഹസ്യം പുറത്തു പറയുന്നത് പാപകർമ്മവും കർത്താവിന് നിൽക്കാത്ത കാര്യമാണ് കേട്ടോ. പീലാത്തോസ് കർത്താവിനോട് ചെയ്തതിലും വലിയ ചെയ്താണല്ലോ ജോയി നീ എന്നോട് ചെയ്തത്. ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ പിതാവേ? നീ തന്നെ പറ. ശരിയപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാം. താങ്ക് യു സർ. ഓക്കെ. പൗലോസ് പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോ ഇത് തന്നെ. മാത്തച്ഛനപ്പി വാക്ക് വായിച്ചെന്നാ തോന്നുന്നേ. വണ്ടി ഇടറാ. ചെറിയാൻ വർഗീസ് എന്നല്ലയോ നമ്മുടെ പേര്? അതെ, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാനാ വന്നത്. ഞാൻ കരിമണ്ണൂർ കടുവാക്കുന്നിൽ കുഞ്ഞുട്ടി. ഇതെന്റെ മൂത്ത മക്കള് സോണിക്കുട്ടിയും സിബിക്കുട്ടിയും. ഞങ്ങൾ ഇളയ ചെറുക്കൻ സാംകുട്ടിയെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞാ കൊള്ളാം. പോലീസിനെ വിട്ട് അപമാനിച്ചും പോരാഞ്ഞ് പിന്നെ എന്തിനാ ഞങ്ങൾ ദ്രോഹിക്കുന്നേ? മേരി പ്ലീസ്, ഞാൻ സംസാരിച്ചോളാം ഇവരോട്. നിങ്ങളുടെ മകന്റെ യാതൊരു വിവരവും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഒരേ ഒരു മോള ആനി. അവളെവിടെയുണ്ടെന്ന് പോലും ഒരറിവുമില്ല. ഫോണിൽ വിളിച്ചിട്ട് അവളത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എടോ ചെറിയാൻ വർഗീസേ, തന്റെ നാടകവും നിന്റെ അടുത്ത് വിലപ്പോകത്തില്ല. കളിയാക്കുവാന്നോ നിങ്ങള്? പള്ളിമതിലേക്ക് ഒരുത്ത നല്ല എ ക്ലാസ് കുടുംബമാണ് ഞങ്ങളുടേത്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഓസിന് അടിച്ചെടുക്കാനാ പ്ലാനെങ്കിൽ അത് നടക്കത്തില്ല. ഈ കുഞ്ഞുട്ടി അതിന് സമ്മതിക്കുകയല്ല. ഞാനൊരു അച്ഛനാണെന്ന് താങ്കൾ മറക്കരുത് സഹോദര. ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പണവും 150 ഏക്കറും ഒന്നും. എന്റെ മോക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 10-40 വർഷത്തെ അധ്വാനം കൊണ്ട്. അത് തന്നെ അവൾക്ക് അധികമാണ്. പണം മാത്രം പോരടോ, പാരമ്പര്യം വേണം. പാരമ്പര്യം. ഈ കുടുംബമഹിമ തറവാടിത്തം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ മാർക്കം കൂടിയവർക്ക് എങ്ങനെ അറിയാനാ?